ചെറുക്ക നീ ഇതെങ്ങോട്ടാ? ഞാൻ മുകളിലോട്ട്. പഴയ പോലെയല്ല, ഒരു പെണ്ണ് വന്നിരിക്കുന്ന കാര്യം മറക്കണ്ട. അതൊക്കെ ഓർമ്മയുണ്ട്. ആ ഇത് തുടങ്ങിയില്ലേ? നീ വന്നിട്ട് തുടങ്ങാതെ ചിരിക്കായിരുന്നു. വാ, നീ ഷേവ് ഉണ്ടായിരുന്നു കേട്ടോ. അതാ അംജദ് ഖാന്റെ പരിപാടിയാ. നല്ല രസമുണ്ടാ നിന്നെ കാണാൻ. നീ ഓരോ അടിക്ക്. എടാ എനിക്ക് വേണ്ട. നീ ഓരോ പിടിച്ച നിന്റെ എല്ലാ ടെൻഷനും തീരും. എടാ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ കൈ നോയിരിക്കാണ്. കൈയും കാലും വരച്ചിട്ടാണ് ഈ പാറില്ല. ഇവനെ കൊണ്ട് എനിക്കിത് കേൾക്കുമ്പോഴാ. എടാ നീ സ്ട്രോങ് അല്ലേ? ദേ എന്നോടൊന്നും പറയിപ്പിക്കണം കേട്ടോ. എന്താ നിന്റെ പ്രശ്നം? ആ എടാ നിന്റെ ഫസ്റ്റ് നൈറ്റ്. ഓ സോറി, ജന്മനാ സിംഗിൾ. എടാ നിന്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയായിരുന്നു? എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഛേ അതല്ല, നീ ഓർമ്മ വെച്ച് ഒഴിക്കണെന്തിനാ നീ എൻ്റെ ഓടിച്ചോടാ? ഓ എന്തൊരു ആവേശം. ഞാൻ പറ. എടാ കല്യാണം കഴിഞ്ഞാൽ ഓളുടെ പുറക്കല്ലായിരുന്നു. ഓ ടെൻഷൻ മൊത്തം ഓൾക്കായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ? വേണ്ട. നീ എങ്ങനെ അവളുടെ മനസ്സറിഞ്ഞേ? എടാ കെട്ട് കഴിഞ്ഞ് മണിയറെ കയറി ചെന്നപ്പോഴേ ഓൾ ഒരു കാര്യം മാത്രമേ എന്നോട് പറഞ്ഞോളൂ. എന്ത്? ബുള്ളറ്റിൽ കയറി ഒരു റൈഡ് പോകണം. ഓ എന്ത് ശേ. പിന്നെ തട്ടുകടയിൽ കയറി പത്തലും ബീഫും കൂടെ ആയപ്പോൾ ഓള് ഫ്ലാറ്റ്. ഓ അപ്പൊ ബുള്ളറ്റ് സെറ്റാക്കി വെക്കണം. ഓക്കെ ബുള്ളറ്റാണോ ഇഷ്ടം? എനിക്കറിയില്ല. അപ്പം നീ ഓളുടെ മനസ്സൊന്നും ചോദിച്ചിട്ടില്ലേ? ഇല്ല. ബെസ്റ്റ്. എടാ എടാ നിനക്കറിയാലോ, 6 മാസത്തിന് ശേഷമാണ് കപ്പലിൽ നിന്ന് കരകണം. പെണ്ണ് കാണാൻ പോയപ്പോഴും ഞങ്ങളെ കണ്ടതുപോലും. പിന്നെ കപ്പലിൽ നിന്ന് അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. ആ കടലിലേക്ക് എടുത്ത് ചാടിക്കൂടായിരുന്നു. പിന്നെ ഈ കല്യാണം നീ ഒന്ന് കഴിക്കൂ. ഞാൻ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ? ഈ ബുള്ളറ്റിൽ വീഴാത്ത പെൺപിള്ളേർ ആരും ഇല്ല. എന്നിട്ടാണ് നീ ഇപ്പോഴും സിംഗിളായിട്ട് നടക്കണത്. വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ പറ, ബുള്ളറ്റിൽ വീഴുമോ? ബുള്ളറ്റിൽ വീഴും. ബുള്ളറ്റെങ്കിൽ ബുള്ളറ്റ്. ബുള്ളറ്റ് ഫിക്സ്. നീ ഒരു വെച്ച് ഫിക്സ്. ഒഴിക്കേ. അതെ. എന്താ? അല്ല എന്തുപറ്റി? എന്തുപറ്റ? അല്ല എന്തുപറ്റി? നേരത്തെ ഉറങ്ങാൻ സുഖമില്ലേ? ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങാറ പതിവ്. നിങ്ങൾ എന്താ ചെയ്യാറ്? അല്ല ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കഴുത്തിലൊരു താലി കെട്ടിന്ന് വെച്ചാൽ എൻ്റെ ദേഹത്തെങ്ങാനും തൊടാൻ വന്ന ഞാൻ കുംഫു ബ്ലാക്ക് ബെൽറ്റാ. അതിന് താൻ കുംഫു ഓടിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അങ്ങോട്ട് മാറിക്കിടക്ക്. അല്ല ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? ഇനി എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ? ഇനി മണക്കണ്ടോ? വലിച്ചിട്ടില്ലല്ലോ. ഇനി വല്ല പ്രേമവും കാമവും പുറത്തുണ്ടാവും. രാത്രി ഒളിച്ചോടി പോകാൻ പരിപാടിയും. അയ്യോ ചോദിച്ചേക്കാം. എന്താ? ഉറങ്ങുന്ന സമയത്ത് അറിയാതെ കയ്യോ കാലോ എൻ്റെ ദേഹത്തെങ്ങാനും വീണ കുംഫു മറക്കണ്ട. ഏത് നേരത്താണ് മടിയായില്ലേ? എന്താടാ? എടാ ബുള്ളറ്റ് സെറ്റായിട്ടുണ്ട്. ബുള്ളറ്റ് കൂപ്പ് എന്നോടൊന്ന് പറയിപ്പിക്കണം കേട്ടോ. എന്താടാ? പാളിന്നാ തോന്നുന്നത്. എനിക്ക് മാമന്റെ കൂടെ കിടക്കണം. അമ്മു നീ അടി മേടിക്കുവേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് മാമന്റെ കൂടെ കിടക്കണം. അമ്മു പറയണ കേക്ക്. ഇല്ല അമ്മ, എനിക്ക് കിടക്കണം.
അമ്മോ വാശി പിടിക്കാതെ. നീ അടി വാങ്ങിക്കും എന്റെ കയ്യിന്ന്. എന്തൊരു കഷ്ടാ. എന്താണ് ഇവിടെ ആർക്കും ഉറക്കൊന്നുമില്ലേ? ഞാനിന്ന് മാമന്റെ കൂടെ കിടക്കുന്ന. ആ ബെസ്റ്റ്. അമ്മു നീ അടി മേടിക്കുവേ. ആ ഒന്നും കുഴപ്പമില്ല. നീ മിണ്ടാതിരിയടാ, ഇന്ന് നിന്റെ ആദ്യ രാത്രിയാ. ആദ്യ രാത്രി കോപ്പ് പറയല്ലേ. നീ ഇതെങ്ങോട്ടാ? അവിടെ കിടന്ന് അമ്മേനെ കിടന്ന് ഒച്ചുണ്ടാക്കി ഇടിക്കും ഞാൻ. എടാ ചെക്ക, നിനക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? ആ ഒന്നും കുഴപ്പമൊന്നുമില്ല, അതിനവിടെ ഒന്നുമില്ല. ഓ കുറെ കാലം കഴിഞ്ഞ് കാണണ്ട. കുഴപ്പമില്ലല്ലോ. ആ നന്നായി, നടുവിൽ കിടത്തിക്കോ. ഓ മാമ ഒരു പാട്ട് പാടിത്തരൂ. ഓഹ്, ഇനി ഇതും കൂടി ഞാൻ സഹിക്കണമല്ലോ, എൻ്റെ വിധി. എൻ്റെ അമ്മ ഒന്ന് കിടന്ന് ഉറങ്ങും മോളെ. ഒരു പാട്ട് മതി ചേച്ചി. ചേച്ചി പറഞ്ഞ മാമ പാട്ട് പാടും. ഒരു പാട്ട്. ചേച്ചി ചേച്ചി ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, എന്തേ? എങ്കിൽ നമുക്ക് ടെറസിൽ പോയാലോ? വാ ചേച്ചി, വാ. ഇതാ വരുന്നു. മോളുടെ മാമൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതറിയില്ല. ചേച്ചിക്ക് ഇഷ്ടായോ? മോൾക്ക് എന്താ തോന്നുന്നേ? അതറിയില്ല, പക്ഷെ മാമന് ചേച്ചിയെ ഒരുപാട് ഇഷ്ടാ. ഓ, അതെങ്ങനെ അറിയാം? കാണിച്ചു തരാം, വാ. ചായ. ഇനി എന്ത് കൊണ്ടുവരണോ? വരയ്ക്കുമല്ലേ? ഏയ് അല്ല, താൻ കണ്ടോ? ആ, അമ്മ കാണിച്ചായിരുന്നു. അത് ഞാൻ ചുമ്മാ അത്ര കറക്റ്റൊന്നുമല്ല. എന്നെ ആകെ ഒരു തവണയല്ലേ കണ്ടിട്ടുള്ളൂ, പിന്നെ നേരെ പോയില്ലേ? അതെ, അന്ന് പെണ്ണാണാൻ വന്നപ്പോൾ. പിന്നെ ഫോട്ടോ നോക്കി വരച്ചോ? ഫോട്ടോ ഒന്നും കിട്ടിയില്ല. ഷിപ്പിൽ ടെക്നിക്കൽ എറർ കാരണം നെറ്റൊന്നും ആക്സസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സാറ്റലൈറ്റ് ഫോൺ മാത്രമേ ഉള്ളൂ, അത് സുപ്പീരിയേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓ, അതുകൊണ്ട് ആരെയും
ആരും വിളിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ ഞാനവിടെ ആണെങ്കിലും എൻ്റെ മനസ്സോട് ഇവിടെയായിരുന്നല്ലോ. ഇടയ്ക്ക് ഇയാളെ കാണുന്നോന്ന് എന്ത് ചെയ്യും, അങ്ങനെ ഓർത്ത് വരച്ചതാ. ഓ അപ്പോൾ ഓർക്കാറൊക്കെ ഉണ്ടല്ലേ. ഓർമ്മയില്ലാത്ത മനുഷ്യരുണ്ടോ? താനിവിടെ ഓക്കെ അല്ലേ? ഓക്കെ അല്ല എന്നൊരു ഗട്ട് ഫീലിംഗ് എനിക്ക്. പിന്നെ ഇന്നലെ ശരിക്കും എന്താ പറ്റിയത്? പെണ്ണ് കണ്ടുപോയിട്ട് 6 മാസം, എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ല. ഞാൻ എന്താ കരുതാ, എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്നല്ലേ? എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത ഒരാളുടെ കൂടെ ഒരു വീട്ടിൽ, അതാ പിന്നെ ലീവിന് വന്നപ്പോൾ പോലും എന്നെ ഒന്നും വിളിച്ചില്ല. എന്തേ? ഞാൻ ചേച്ചിയുടെ കാലൊക്കെ പിടിച്ച നമ്പറൊക്കെ ഒപ്പിച്ച അമ്മ വഴി. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആരോടെങ്കിലും പറയുമോ? പറയണോ? പറയരുത്. ഇല്ല, പറയില്ല. എന്താ? ശരിയാ, കാര്യം ഞാൻ മറിച്ചന്യക്കാരനൊക്കെയാ. കടകളായി വന്നാലും ഞാനിങ്ങനെ നിൽക്കും. പക്ഷേ തന്നോടാദ്യം മിണ്ടാനായിട്ട് എന്താണെന്നറിയില്ല. ഭയമാണോ പേടിയാണോ അറിയില്ല. ആരോടും പറയരുത് കേട്ടോ. ഞാൻ പറയും. ഏയ് ഇല്ല, പറയില്ല. പോരെ? ഓക്കെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇത് ഞാനിട്ട ചായ ആണെന്നാണോ? ഇല്ല, ഇപ്പോൾ താൻ ഓക്കെ ആയോ? ആ, ഓക്കെ ആയി വരുന്നു. ചായ കുടിച്ചപ്പോഴേ മനസ്സിലായി ചേച്ചിട്ടാണെന്ന്. മധുരം കുറവാ, ഞാൻ പഞ്ചാരടാണ്. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നാണല്ലേ? അയ്യടാ, ഫ്രണ്ട്സ്. ആ, ഫ്രണ്ട്സ്. പോട്ടെ, ചേച്ചി അന്വേഷിക്കും. ഓക്കെ. പോയി പല്ലേക്ക് മനുഷ്യൻ. മനുഷ്യാണോ?